അൽ ഹാപ്പി ഓണം. ഇപ്പോൾ ഒരു ഉസ്താദ് ഈ നമ്മളെ കുട്ടികൾ തൊട്ടോടിട്ട് ഡാൻസ് കളിക്കുന്നത്, ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നതും വേറെ രീതിയിൽ എടുത്തിട്ട് തിരിപ്പുണ്ടാക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടു. ഓണമെന്ന് പറയുന്നത് പണ്ട് ഓർമ്മ വെച്ച കാലം മുതൽ നമ്മളൊക്കെ ഓണവും മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണുന്നവരാ. ഈ ഓണമെന്ന് പറയുന്നത് ഹൈന്ദവ വിഭാഗത്തിന്റെ, ആ ഹൈന്ദവ വിശ്വാസികൾ ഓണത്തിന് ഒരു ബഹുമാനവും ആദരവും ഉണ്ടോ അവർക്ക്. ഓണമെന്ന് പറയുമ്പോ ആ ഓണത്തിന് അവരൊരു ബഹുമാനവും ആദരവും അവർ കൊടുക്കുന്നുണ്ട്. ഓണം വരുമ്പോൾ നമ്മുടെ മക്കളാണെങ്കിൽ സാരി ഉടുത്തിയിട്ട് കിട്ടിയ അവസരം പോലെ കിടന്നുകൊണ്ട് എന്തൊക്കെയാ കാണിക്കുന്നത്, എന്തു പേക്കൂത്താടോ കാണിക്കണേ. എടോ, ഡാൻസ് ആടലോ ഫറദ ഇടലോ സാരി ഉടുക്കലോ അല്ല വിഷയം. ഒരു സമൂഹം വളരെ ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരു ആരാധന. ഇപ്പം വലിയ പെരുന്നാൾ വരുന്നു, ചെറിയ പെരുന്നാൾ വരുന്നു, അവരൊക്കെ എന്ത് ബഹുമാനം. നബിദിന റാലി നടത്തുന്നു, എത്ര ബഹുമാനം. ആ നബിദിന റാലി നടത്തുന്നവർക്ക് വെള്ളം കൊടുക്കുന്നത് അമ്പലത്തിന്റെ മുമ്പിലാ. ഇവിടുത്തെ ഹൈന്ദവന് മറ്റുള്ളവരൊക്കെ ഓട്ടോ ഡ്രൈവർമാർ എന്തെല്ലാം സഹായങ്ങൾ ചെയ്യുന്നു. വളരെ ബഹുമാനത്തോടു കൂടി കാണുന്നു അവർ. നമ്മൾ ബഹുമാനത്തോടു കൂടി കാണുന്നതിന് അവരും ബഹുമാനിക്കുന്നു. ഹൈന്ദവ വിശ്വാസികൾ ഓണത്തിന്, ആ ഓണമെന്ന് പറയുന്നത് ഒരു ആരാധന പോലെ വളരെ ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരു കാര്യത്തെ ഈ ഉമ്മത്ത് സാരി ഉടുത്തി ഡാൻസും ചെയ്ത് കോമാളിത്തരം കാണിച്ചിട്ട് അവരുടെ മനസ്സു വേദനിപ്പിക്കുക ചെയ്യുക. എനിക്കത് സങ്കടം തോന്നുന്നേ. അവരുടെ മനസ്സുകൾക്ക് പോലും വേദനയുണ്ടാക്കുന്ന രീതിയിലാണ് നമ്മുടെ ഉമ്മത്ത്. ഈ നമ്മുടെ ഉമ്മത്ത് ചെയ്യുന്നത് മാത്രമേ വീഡിയോയുള്ളൂ, പ്രസംഗമുള്ളൂ, പാട്ടുമുള്ളൂ, വേറൊന്നുമില്ല. എടോ, എല്ലാം പരിശുദ്ധമായ ദീൻ പഠിപ്പിക്കുന്നത് മറ്റുള്ള മതങ്ങളെ ബഹുമാനിക്കണമെന്ന. ആദലക്കും ദീനക്കും വലിയ ദീൻ. അവർക്ക് അവരവരുടേതായ ദീൻ, അവരവരുടെ വിശ്വാസങ്ങൾ, അവരവരുടെ ആദർശം, ആശയം ബഹുമാനിക്കാൻ നീ പഠിക്ക്, ആദരിക്കാൻ നീ പഠിക്ക്. എന്തിനാ പരിഹസിക്കുന്നത്, കളിയാക്കുന്നത്, മറ്റുള്ളവരുടെ മനസ്സുകൾക്ക് വേദന. ഉസ്താദിനോട് ഇത്രേ പറയാനുള്ളൂ. ഉസ്താദെ, നിങ്ങളതിന് കുത്തിത്തിരിപ്പുണ്ടാക്കണ്ട. ആ കുട്ടികൾ ഡാൻസ് കളിക്കുന്നതും തൊട്ടിട്ട് ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നതും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് നമുക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടാ. നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾ പറഞ്ഞ കുറേ ദിനങ്ങളില്ലേ, അതിൽ അവർക്ക് ഇതെല്ലാം ചെയ്യാൻ വേണ്ടി ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. എന്തായാലും ഉസ്താദെ, അൽ ഹാപ്പി ഓണം.